മജ്മു നികായ 46 മഹാധമ്മ സമാധാന സൂത്ത്. ഈ സൂത്രത്തിൽ ഭഗവാൻ 4 തരത്തിലുള്ള ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അഭ്യാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു അഭ്യാസം ഇപ്പോഴും ദുഃഖമാണ്, ഭാവിയിലും ദുഃഖമാണ്. ചില അഭ്യാസം ഇപ്പോൾ സുഖമാണ്, ഭാവിയിൽ ദുഃഖമാണ്. ചില അഭ്യാസം ഇപ്പോൾ ദുഃഖമാണ്, ഭാവിയിൽ സുഖമാണ്. ചില അഭ്യാസങ്ങൾ ഇപ്പോഴും സുഖമാണ്, ഭാവിയിലും സുഖമാണ്. അത് എത്തരം അഭ്യാസമാണ്, എങ്ങനെയുള്ള ധർമ്മമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു. ഭിക്ഷുക്കളെ, പറഞ്ഞാലും ഗുരുവേ എന്ന് പറഞ്ഞ് അവർ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, സാധാരണ പ്രാണികൾ ഇങ്ങനെയാണ് ആഗ്രഹിക്കാറുള്ളത്. അവരുടെ ആശ ഇങ്ങനെയാണ്, അവരുടെ ഇച്ഛ ഇങ്ങനെയാണ്. ഇവിടെ പ്രാണികൾ എന്ന് പറയുന്ന സമയത്ത് മനുഷ്യനും അതേപോലെ തന്നെ ബാക്കിയുള്ള ജീവനുള്ള എല്ലാ പ്രാണികളും ഉൾപ്പെടും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത, ആഗ്രഹമില്ലാത്ത, അനുകൂലമല്ലാത്ത കാര്യങ്ങൾ കുറയണം. ഇഷ്ടമുള്ള, ആഗ്രഹിക്കുന്ന, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിക്കണം. എന്നാൽ ഇതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്ത, ആഗ്രഹമില്ലാത്ത, അനുകൂലമല്ലാത്ത കാര്യങ്ങൾ വർദ്ധിക്കുകയും അതുപോലെ ഇഷ്ടമുള്ള, ആഗ്രഹമുള്ള, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കുറയുകയും ചെയ്യുന്നു. ഇവിടെ പറയുന്നത് എല്ലാ ജീവികൾക്കും ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എല്ലാ സത്ത അല്ലെങ്കിൽ പ്രാണികൾക്ക് അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ നടക്കാവൂ, നല്ലത് മാത്രമേ നടക്കാവൂ, ചീത്തയൊന്നും നടക്കരുത് എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ മിക്കപ്പോഴും നടക്കുന്നത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും ജീവിതത്തിൽ നടക്കുക. ഭിക്ഷുക്കളെ, അതിൻ്റെ കാരണം എന്താണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അപ്പോൾ ആ ഭിക്ഷുക്കൾ പറഞ്ഞു: ബന്ദേ, ഞങ്ങളുടെ ധർമ്മം അങ്ങേ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. അങ്ങാണ് ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങൾ അങ്ങയുടെ ശരണത്തിലാണ്. അതിനാൽ ദയവ് ചെയ്ത് ഭഗവാൻ തന്നെ ഇതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി തരുവാൻ ഞങ്ങൾ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഇതിനെ കേട്ടതിന് ശേഷം ധാരണം ചെയ്തു കൊള്ളാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: അങ്ങനെയെങ്കിൽ ശരി ഭിക്ഷുക്കളെ, ശ്രദ്ധാപൂർവം കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദ എന്ന് പറഞ്ഞ് ആ ഭിക്ഷുക്കൾ ഉത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഭിക്ഷുക്കളെ, ധർമ്മത്തെ കേൾക്കാത്ത ഒരു സാധാരണ വ്യക്തിയുടെ കാര്യം എടുക്കുക. ആ വ്യക്തിയെ പൊതുജനം എന്നാണ് വിളിക്കുന്നത്. ആ വ്യക്തി ആര്യന്മാരെ കണ്ടിട്ടില്ല. ആര്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി നേടിയവർ എന്നാണ് അർത്ഥം. ആര്യധർമ്മത്തിൽ പ്രാവീണ്യമുള്ളവരല്ല, ആര്യധർമ്മത്തിൽ ശിക്ഷിതരല്ല. സത്പുരുഷന്മാരെ അവർ കണ്ടിട്ടില്ല. സത്പുരുഷ ധർമ്മത്തിൽ അവർ പ്രാവീണ്യമുള്ളവരല്ല. സത്പുരുഷ ധർമ്മത്തിൽ അവർ പ്രശിക്ഷണം നേടിയിട്ടില്ല. ഏതൊരു ധർമ്മമാണ് ചെയ്യേണ്ടത്, ഏതൊരു ധർമ്മമാണ് ചെയ്യരുതാത്തത് എന്ന് അവർ അറിയുന്നില്ല. ഏതൊരു ധർമ്മമാണ് ഉപേക്ഷിക്കേണ്ടത്, ഏതൊരു ധർമ്മമാണ് പാലിക്കേണ്ടത് എന്ന് അവർ അറിയുന്നില്ല. ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രവൃത്തികൾക്കും ധർമ്മം എന്നാണ് അർത്ഥം. സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭ്യസിക്കുക എന്നാണ് ഇവിടെ അർത്ഥം. അതിനാൽ ചെയ്യരുതാത്ത ധർമ്മങ്ങളെ അവർ ചെയ്യുകയും ആ ധർമ്മങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നു. ചെയ്യേണ്ട ഏതൊരു ധർമ്മങ്ങളുണ്ടോ അത് ചെയ്യുന്നില്ല, ആ ധർമ്മങ്ങളെ കൂടെ നിർത്തുന്നില്ല. അങ്ങനെ അവർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത, താല്പര്യമില്ലാത്ത, അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ ഇഷ്ടമുള്ള, ആഗ്രഹിക്കുന്ന, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കുറയുകയും ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ്? അവർ അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഭിക്ഷുക്കളെ, ഒരു ആര്യ ശ്രാവകനുണ്ട്. അവൻ ശുദ്ധമായിട്ടുള്ള ധർമ്മത്തെ കേട്ടിട്ടുണ്ട്. ആര്യ ശ്രാവകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തനായിട്ടുള്ള വ്യക്തിയുടെ ശിഷ്യൻ. അവൻ ആര്യന്മാരെ കണ്ടിട്ടുണ്ട്. ആര്യധർമ്മത്തിൽ പ്രാവീണ്യമുള്ളവനാണ്. ആര്യധർമ്മത്തിൽ ശിക്ഷിതനാണ്. സത്പുരുഷന്മാരെ ദർശിച്ചിട്ടുണ്ട്. സത്പുരുഷധർമ്മത്തിൽ പ്രാവീണ്യമുള്ളവനാണ്. സത്പുരുഷധർമ്മത്തിൽ പ്രശിക്ഷിതനാണ്. അവർക്ക് ഏത് അഭ്യാസമാണ് സേവിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്,
ഏത് ധർമ്മമാണ് കൂടെ നിർത്തേണ്ടത് എന്ന് നല്ല പോലെ അറിയാം. ഏതൊരു ധർമ്മം ചെയ്യരുത്, അതിനെ കൂടെ നിർത്തരുത് എന്നും അവർക്ക് നല്ല പോലെ അറിയാം. അതിനാൽ അവർ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളെ അവർ ചെയ്യുന്നു, അതിനെ കൂടെ നിർത്തുന്നു. ചെയ്യരുതാത്ത ധർമ്മങ്ങളെ അവർ ചെയ്യുന്നില്ല, അതിനെ കൂടെ നിർത്തുന്നില്ല. അങ്ങനെ അവർ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇഷ്ടമുള്ള, ആഗ്രഹമുള്ള, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്നു. ഇഷ്ടമില്ലാത്ത, ആഗ്രഹമില്ലാത്ത, അനുകൂലമല്ലാത്ത കാര്യങ്ങൾ കുറയുന്നു. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തെന്നാൽ അറിവുള്ളവർക്ക് ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും സ്വന്തം ജീവിതത്തിൽ സുഖവും സന്തോഷവും ശാന്തിയുമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവരുടെ ജീവിതത്തിൽ മിക്കപ്പോഴും സുഖവും സന്തോഷവും ശാന്തിയും ഉണ്ടാകാറില്ല. അതിൻ്റെ കാരണം അവർക്ക് അറിയുന്നില്ല. അഥവാ കാരണം അവർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ശാന്തിയും സുഖവും സന്തോഷവും ഉണ്ടാകും. പക്ഷേ അതിനനുസരിച്ച് ആ വ്യക്തികൾ പ്രവർത്തിക്കണം. ഈ സൂത്രങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനാൽ ഈ സൂത്രങ്ങൾ മുഴുവനും നമ്മൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് വ്യക്തമായിട്ട് അറിയാം. ഈ സൂത്രങ്ങളെല്ലാം പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. എങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കാം, എങ്ങനെ നമ്മൾ ദുഃഖമില്ലാതാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ സൂത്രങ്ങളെല്ലാം പറയുന്നത്. അതിനാൽ ഈ സൂത്രങ്ങൾ ശ്രദ്ധിച്ച് ആര് അവയെ തൻ്റെ ജീവിതത്തിൽ പകർത്തുന്നുവോ അവൻ തീർച്ചയായിട്ടും സുഖവും സന്തോഷവുമുള്ള വ്യക്തിയായിരിക്കും. അതല്ലാതെ ഇതിൽ പറഞ്ഞിട്ടുള്ള തെറ്റുകളെല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് ശാന്തിക്ക് വേണ്ടി ഏതെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് യാതൊരു കാര്യവുമില്ല. ഈ കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ബുദ്ധൻ ഒരിക്കലും മതമല്ല പഠിപ്പിച്ചിട്ടുള്ളത്, ധർമ്മമാണ്. അതായത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖം ലഭിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മതവിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷവും സുഖവുമുള്ള വ്യക്തികളായിരിക്കും. ഇതറിഞ്ഞിട്ടില്ല എങ്കിൽ എത്ര കടുത്ത മതവിശ്വാസിയാണെങ്കിലും ശരി, ആ വ്യക്തി ദുഃഖത്തിലും കഷ്ടതയിലും ആയിരിക്കും ഇരിക്കുക. ഭിക്ഷുക്കളെ, ഇവിടെ 4 തരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്, അല്ലെങ്കിൽ 4 തരത്തിലുള്ള അഭ്യാസങ്ങളുണ്ട്. 4 തരത്തിൽ ഒരു വ്യക്തിക്ക് അഭ്യസിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ആ 4 എന്താണ്? ഭിക്ഷുക്കളെ, നിങ്ങൾ ജീവിതത്തിൽ ഒരു തരത്തിൽ അഭ്യസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദുഃഖമായിരിക്കും ഈ സമയത്ത് അനുഭവിക്കുക. അത് മൂലം നിങ്ങൾക്ക് ഭാവിയിലും ദുഃഖം തന്നെയാണ് ഉണ്ടാകുക. ഭിക്ഷുക്കളെ, മറ്റൊരു തരത്തിൽ നിങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭ്യസിക്കുന്ന സമയത്ത് സുഖമാണ് ഉണ്ടാകുക, പക്ഷേ അതുമൂലം നിങ്ങൾക്ക് ഭാവിയിൽ ദുഃഖമാണ് ഉണ്ടാകുക. ഇനി മറ്റൊരു തരത്തിലുള്ള അഭ്യാസമുണ്ട്. അത് അഭ്യസിക്കുകയാണെങ്കിൽ അഭ്യസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദുഃഖമായിട്ട് തോന്നാം, എന്നാൽ ഭാവിയിൽ അതിൻ്റെ ഫലം സുഖമായിട്ട് മാറും. ഭിക്ഷുക്കളെ, മറ്റൊരു തരത്തിലുള്ള അഭ്യാസമുണ്ട്. അത് അഭ്യസിക്കുകയാണെങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിലും സുഖമുള്ളവരായിട്ട് തീരും. അതിൻ്റെ പരിണാമഫലമായിട്ട് ഭാവിയിലും നിങ്ങൾ സുഖമുള്ളതായിട്ട് തീരും. ഭിക്ഷുക്കളെ, ഏതൊരു അഭ്യാസം ഈ സമയത്ത് നമ്മൾക്ക് ദുഃഖം തരുന്നുവോ, അത് കാരണം ഭാവിയിലും നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നുവോ, അറിവില്ലാത്ത ഒരു വ്യക്തി ഇതിനെപ്പറ്റി അറിയുന്നില്ല, സത്യമായിട്ടും ആ വ്യക്തിക്ക് ഇതിനെപ്പറ്റി മനസ്സിലാകുന്നില്ല. ഈ തരത്തിൽ അഭ്യസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദുഃഖമായിരിക്കും ലഭിക്കുക, അതിൻ്റെ പരിണാമമായിട്ട് ഭാവിയിലും ദുഃഖമായിരിക്കും ലഭിക്കുക എന്ന് അവൻ അറിയുന്നില്ല. അതിനാൽ ആ അഭ്യാസത്തെ ഉപേക്ഷിക്കേണ്ടതിന് പകരം അവൻ ആ അഭ്യാസത്തെ ചെയ്യുന്നു. അവർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത, ആഗ്രഹമില്ലാത്ത, അനുകൂലമല്ലാത്ത കാര്യങ്ങൾ വർദ്ധിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള, ആഗ്രഹമുള്ള, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കുറയുന്നു. അത് എന്തുകൊണ്ടാണ്? അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് തന്നെയാണ് സംഭവിക്കുക. ഇവിടെ പറയുന്ന അറിവ് സ്കൂളിൽ പോയിട്ട് കിട്ടുന്ന അറിവല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ധർമ്മത്തിൻ്റെ അറിവാണ്. എത്ര തന്നെ നമ്മൾ PhDയോ അതിൽ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞാലും ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ വ്യക്തി അറിവില്ലാത്തവനാണ്. അതിനാൽ ഏതെല്ലാം കാര്യമാണ് തെറ്റ് എന്ന് അറിയുന്നില്ല. ആ തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം ഭാവിയിലും ദുഃഖമാണ് ഉണ്ടാകുന്നത്, ഇപ്പോഴും ദുഃഖമാണ് എന്ന് ആ വ്യക്തി അറിയുന്നില്ല. അത് കാരണം ആ വ്യക്തി ആ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ അതിൻ്റെ സാരാംശം. ഭിക്ഷുക്കളെ, എന്നാൽ ഒരു വ്യക്തി ഏതൊരു അഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ ഈ സമയത്ത് സുഖം ലഭിക്കുമോ, അതുമൂലം ഭാവിയിൽ
ദുഃഖം ലഭിക്കുമോ, അറിവില്ലാത്ത ഒരു വ്യക്തി ആ ധർമ്മത്തെ ചെയ്യുന്നു, അതിനെ കൂടെ നിർത്തുന്നു. അതുമൂലം അവൻ്റെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വർദ്ധിക്കുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചുരുങ്ങുന്നു. കാരണം അറിവില്ലാത്തവന് അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഭിക്ഷുക്കളെ, ഏതൊരു അഭ്യാസം അത് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ദുഃഖകരമായിട്ട് തോന്നുന്നുവോ, എന്നാൽ അതിൻ്റെ ഭാവി ഫലം സുഖമാണോ, അറിവില്ലാത്ത വ്യക്തി അതിനെ ചെയ്യുന്നില്ല, ആ ധർമ്മത്തെ കൂടെ നിർത്തുന്നില്ല. അതിനാൽ അവൻ്റെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വർദ്ധിക്കുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ കമ്മിയാകുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് തന്നെയാണ് അവസ്ഥ. ഭിക്ഷുക്കളെ, ഏതൊരു അഭ്യാസം അഭ്യസിക്കുന്ന സമയത്ത് അതുമൂലം നമ്മൾക്ക് സുഖം ലഭിക്കുന്നുവോ, അതിൻ്റെ കാരണത്താൽ ഭാവിയിലും നമ്മൾക്ക് സുഖം ലഭിക്കുമോ? അറിവില്ലാത്ത വ്യക്തി അതിനെ അഭ്യസിക്കുന്നില്ല, അല്ലെങ്കിൽ ഭാവന ചെയ്യുന്നില്ല, തന്നിൽ ആ ധർമ്മത്തെ സ്വീകരിക്കുന്നുമില്ല. അതുമൂലം അവൻ്റെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വർദ്ധിക്കുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചുരുങ്ങുന്നു. അതെന്തുകൊണ്ടാണ്? അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത്രയും നേരം ധർമ്മത്തിൽ അറിവില്ലാത്ത ഒരു വ്യക്തിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ധർമ്മത്തിൽ അറിവില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതി നിയമത്തിൽ അറിവില്ല എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഇന്ന ഒരു പാപം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് ഇന്ന ഫലം കിട്ടുന്ന അറിവില്ല. അതുകൊണ്ടാണ് അവനെ അറിവില്ലാത്തവൻ എന്ന് വിളിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് അറിവുള്ളൊരു വ്യക്തിയെ പറ്റിയാണ്. അറിവ് എന്നത് ഇവിടെ കോളേജ് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റിയോ അല്ല പറയുന്നത്, ധർമ്മത്തിലുള്ള അറിവ്. ഭിക്ഷുക്കളെ, ഏതൊരു ധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ദുഃഖമായിട്ട് തോന്നുന്നുവോ, അതിൻ്റെ കാരണം ഭാവിയിലും ദുഃഖം വരുമോ? അറിവുള്ള ഒരു വ്യക്തി ഇതിനെപ്പറ്റി അറിയുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഈ അഭ്യാസം ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യുന്ന സമയത്ത് ദുഃഖകരമായിട്ട് തോന്നും, അതേപോലെ തന്നെ ഭാവിയിലും ദുഃഖം തന്നെയായിരിക്കും ഫലം. അതിനാൽ അത് അഭ്യസിക്കുന്നതിന് പകരം അവർ അതിനെ ഉപേക്ഷിക്കുന്നു. അവർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആഗ്രഹമില്ലാത്ത, ഇഷ്ടമില്ലാത്ത, അനുകൂലമല്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കുറയാൻ തുടങ്ങും. ആഗ്രഹിക്കുന്ന, അനുകൂലമായിട്ടുള്ള, ഇഷ്ടമുള്ള കാര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അറിവുള്ളവൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഭിക്ഷുക്കളെ, ഏതൊരഭ്യാസത്താൽ ഈ സമയത്ത് നമ്മൾക്ക് സുഖം ലഭിക്കുമോ, എന്നാൽ അതുമൂലം ഭാവിയിൽ ദുഃഖം ഉണ്ടാകുന്നുവോ, അതിനെപ്പറ്റി ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു. ഈ ധർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾക്ക് സുഖമായിരിക്കും ലഭിക്കുക, പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഭാവിയിൽ ദുഃഖമായിരിക്കും ലഭിക്കുക. അതിനാൽ അവർ ആ ധർമ്മത്തെ അഭ്യസിക്കുന്നില്ല. അതിനെ യഥാവിധി അറിഞ്ഞുകൊണ്ട് അതിനെ അഭ്യസിക്കുന്നില്ല. ഇതുമൂലം അവരുടെ ആഗ്രഹമുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്നു, ആഗ്രഹം ഇല്ലാത്ത കാര്യങ്ങൾ കമ്മിയാകുന്നു. ഇവിടെ ആഗ്രഹം എന്ന് പറയുന്ന സമയത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം, നമ്മുടെ കുടുംബം സുഖമായിരിക്കണം, സന്തോഷമായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് രോഗം വരാൻ പാടില്ല, കടം വരാൻ പാടില്ല, ശത്രുത ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾക്ക് സാധാരണയായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇഷ്ടമുള്ള ആഗ്രഹം, ഇഷ്ടമില്ലാത്ത ആഗ്രഹം. ഭിക്ഷുക്കളെ, ഏതൊരു അഭ്യാസത്താൽ ഈ സമയത്ത് ദുഃഖം ലഭിക്കുന്നുവോ, എന്നാൽ അതിൻ്റെ ഫലമായിട്ട് ഭാവിയിൽ സുഖം ലഭിക്കുമോ? ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി അതിനെ ചെയ്യുന്നു, അതിനെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. അതുമൂലം അവർക്ക് ഇഷ്ടമുള്ള, പ്രിയമായിട്ടുള്ള, അനുകൂലമായിട്ടുള്ള ധർമ്മങ്ങൾ വർദ്ധിക്കുന്നു, ഇഷ്ടമല്ലാത്ത പ്രതികൂലമായിട്ടുള്ള ധർമ്മങ്ങൾ അവരിൽ കുറയുന്നു. ഏതൊരു കാര്യം ഇപ്പോൾ അഭ്യസിക്കുകയാണെങ്കിൽ അഭ്യസിക്കുന്ന സമയത്ത് സുഖ അനുഭവവും അതിൻ്റെ ഫലമായിട്ട് ഭാവിയിലും സുഖ അനുഭവം ഉണ്ടാകുന്നുവോ, ഒരു ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി ഇതിനെ അറിഞ്ഞുകൊണ്ട് ശരിയായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ അഭ്യസിക്കുകയാണെങ്കിൽ അതുമൂലം നമ്മൾക്ക് ഈ സമയത്ത് സുഖം ലഭിക്കും, അതുകൂടാതെ ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് ഭാവിയിലും സുഖം ലഭിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ആ അഭ്യാസത്തെ ഉപേക്ഷിക്കാതെ ആ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി അതിനെ ചെയ്യുന്നു, അതിനെ കൂടെ നിർത്തുന്നു.
അവർ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുറയുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. അതിനാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറിവ് എന്നുള്ളത്. ഈ അറിവ് എന്ന് പറയുന്നത് സ്കൂളിലോ കോളേജിലോ കിട്ടുന്ന അറിവല്ല, ധർമ്മമാണ് ആ അറിവ്. ആ ശുദ്ധമായിട്ടുള്ള അറിവ് മറ്റെങ്ങും നമുക്ക് ലഭിക്കില്ല. ഭഗവാൻ ബുദ്ധൻ്റെ അടുത്തുനിന്ന് മാത്രമാണ് നമ്മൾക്ക് ലഭിക്കുക. ഇവിടെ ഭഗവാൻ എന്ന വാക്ക് ഈശ്വരൻ എന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. രാഗം, ദ്വേഷം, മോഹം ഭഗ്നമാക്കിയ വ്യക്തിക്കാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഏതൊരു മതത്തിൽപ്പെട്ട വ്യക്തിയായാലും ഏതൊരു സമ്പ്രദായത്തിൽപ്പെട്ട വ്യക്തിയായാലും ഈശ്വരവിശ്വാസിയായാലും അല്ലെങ്കിലും എല്ലാവർക്കും ഭഗവാന്റെ ഉപദേശം സ്വീകാര്യമാണ്. അതിന് മതമോ വർണ്ണമോ ദേശമോ കാലമോ ഒന്നും തന്നെ ബാധകമല്ല. ഇനി അടുത്തതായിട്ട് ഭഗവാൻ ഈ കാര്യങ്ങളെ തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. എന്താണ് ദുഃഖമുള്ള കാര്യങ്ങൾ, എന്താണ് സുഖമുള്ള കാര്യങ്ങൾ എന്നതിനെപ്പറ്റി വളരെ വിസ്താരമായിട്ട് പറഞ്ഞു തരികയാണ്. ഭിക്ഷുക്കളെ, ഏതൊരു ധർമ്മം അല്ലെങ്കിൽ കാര്യം അഭ്യസിക്കുന്ന സമയത്താണ് അപ്പോൾ തന്നെ ദുഃഖം തരുന്നത്, അതുമൂലം ഭാവിയിലും ദുഃഖം ഉണ്ടാകുന്നത്, അത് ഏതെല്ലാം അഭ്യാസമാണ് അല്ലെങ്കിൽ ഏതെല്ലാം ധർമ്മമാണ്? ഇവിടെ ധർമ്മത്തിന് പ്രവൃത്തി എന്ന അർത്ഥവുമുണ്ട്. പുണ്യധർമ്മമാണോ പാപധർമ്മമാണോ അതാണ് ഇവിടെ പറയുന്നത്. ഏത് ധർമ്മം അഭ്യസിച്ചു കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ ഏത് കർമ്മം നമ്മൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാലാണ് ഇപ്പോൾ തന്നെ നമ്മൾക്ക് ദുഃഖമുണ്ടാകുന്നത്, അതുമൂലം ഭാവിയിലും ദുഃഖമുണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു വ്യക്തിക്ക് സ്വയം ദുഃഖിതനാണ്, അവൻ്റെ മനസ്സിലും ദുഃഖമുണ്ട്. ഇവിടെ രണ്ട് തരത്തിലുള്ള ദുഃഖമാണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ദുഃഖം. രണ്ട്, ദോമനസം എന്ന് പറയുമ്പോൾ മനസ്സിൽ അനുഭവപ്പെടുന്ന ദുഃഖം. ഒരു വ്യക്തിക്ക് ഈ തരത്തിലുള്ള രണ്ട് ദുഃഖങ്ങളും ഉണ്ട്. അതേസമയത്ത് ആ വ്യക്തി ജീവികളെ കൊല്ലുന്നു, പ്രാണികളെ കൊല്ലുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, നുണയുള്ള കാര്യങ്ങൾ പറയുന്നു, ഏഷ്ണി പറയുന്നു, കടുവചനം പറയുന്നു, മിഥ്യാഭാഷണം ചെയ്യുന്നു. മിഥ്യാഭാഷണം എന്ന് പറയുന്ന സമയത്ത് ആവശ്യമില്ലാത്ത സംസാരം, നേരം പോക്കിനായിട്ടുള്ള സംസാരം. മറ്റുള്ളവരുടെ സ്വത്തിനെ തൻ്റെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി, അവന് ദ്വേഷമുണ്ട്, അതുകൂടാതെ മിഥ്യാദൃഷ്ടിയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് അവന് ദുഃഖം ഉണ്ടാകുന്നു, ശരീരത്തിലും മനസ്സിലും ദുഃഖമുണ്ടാകുന്നു. അതിനുശേഷം അവർ മരിക്കുന്ന സമയത്ത് അവരുടെ മരണശേഷം അവർ ദുർഗതിയിൽ ജനിക്കുന്നു, അധോഗതിയിൽ ജനിക്കുന്നു, പശുപക്ഷികളുടെ ലോകത്ത് പോയിട്ട് ജനിക്കുന്നു, അതേപോലെ തന്നെ നരകത്തിൽ പോയിട്ട് ജനിക്കുന്നു. ഇവിടെ പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ശരീരത്തിലും മനസ്സിലും രണ്ടിലും ദുഃഖമുണ്ട്. ആ ദുഃഖത്തോടു കൂടി തന്നെ ആ വ്യക്തി പ്രാണികളെ കൊല്ലുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുമൂലം അവന് ഇപ്പോഴും ദുഃഖമുണ്ടാകും, പിന്നീടും ദുഃഖമുണ്ടാകും എന്നാണ് പറയുന്നത്. ഇതിനെയാണ് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് ദുഃഖമുണ്ടാകുന്ന പ്രവൃത്തി, അതിൻ്റെ ഫലമായിട്ട് ഭാവിയിലും ദുഃഖമുണ്ടാകുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. അതായത് ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുന്നുവോ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യണം. നമ്മൾ ഒരു പ്രാണിക്ക് നമ്മൾ വേദന കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വേദന നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. ഇത് പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ മതം മാറിയതുകൊണ്ടോ വേഷം മാറിയതുകൊണ്ടോ ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ടോ പ്രകൃതിയുടെ ഈ നിയമം ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഉദാഹരണമായിട്ട് ഏത് മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും ശരി, അവരുടെ കൈ തീയിൽ കാണിച്ചു കഴിഞ്ഞാൽ പൊള്ളുക തന്നെ ചെയ്യും. അത് പ്രകൃതി നിയമമാണ്. ഏത് മതക്കാരനും അവൻ്റെ കൈ ഐസിൽ തൊട്ട് കഴിഞ്ഞാൽ തണുക്കുക തന്നെ ചെയ്യും. അത് പ്രകൃതി നിയമമാണ്. അതിനാൽ പറയുന്നതാണ്, പാപകരമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക. അതായത് കൊല്ലൽ, മോഷ്ടിക്കൽ, വ്യഭിചാരം ഇവയെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. ഒരു ജീവിയെയും നിങ്ങൾ കൊല്ലരുത്. പശുവിനെയും ആടിനെയും മാടിനെയും കോഴിയെയും ഒന്നിനെയും കൊല്ലരുത് എന്ന് വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഈ സമയത്തും ദുഃഖമുണ്ടാകും, പിന്നീടും ദുഃഖമുണ്ടാവും. ഭിക്ഷുക്കളെ, ഏതൊരു ധർമ്മമാണ് അല്ലെങ്കിൽ ഏതൊരു അഭ്യാസമാണ്, പ്രവൃത്തിയാണ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് സുഖകരമായിട്ട് അനുഭവിക്കുന്നത്, എന്നാൽ ഭാവിയിൽ അത് ദുഃഖത്തിന് കാരണമായിട്ട് തീരുന്നത്? ഭിക്ഷുക്കളെ, ഒരു വ്യക്തി അവൻ്റെ ശരീരത്തിൽ സുഖമുണ്ട്, അതേപോലെ തന്നെ മനസ്സിലും സുഖമുണ്ട്. ആ സുഖം കൊണ്ട് അവൻ ജീവിക്കുന്ന പ്രാണികളെ കൊല്ലുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, നുണ പറയുന്നു, ഏഷ്ണി പറയുന്നു, കടുവചനം പറയുന്നു, ആവശ്യമില്ലാതെ സംസാരിക്കുന്നു, മറ്റുള്ളവരുടെ സ്വത്ത് കൈക്കലാക്കണമെന്ന ആഗ്രഹമുണ്ട്,
ദ്വേഷമുള്ളവനാണ്, തെറ്റായിട്ടുള്ള ദർശനമുള്ളവരാണ്. ഇതുകൊണ്ട് അവർക്ക് സുഖവും സന്തോഷവും ഉണ്ടാകുന്നു. എന്നാൽ അവർ മരിച്ചതിന് ശേഷം, അവരുടെ മരണശേഷം അവർ അധോലോകത്ത്, പശുപക്ഷികളുടെ ലോകത്ത്, നരകലോകത്ത് ദുർഗതിയിൽ പോയിട്ട് ജനിക്കുന്നു. രക്ഷികളെ, ഇതാണ് ഒരു വ്യക്തി ഒരു ധർമ്മം ചെയ്യുന്ന സമയത്ത് അവന് സുഖകരമായിട്ട് തോന്നുന്നു, എന്നാൽ അതുമൂലം ഭാവിയിൽ അവന് ദുഃഖമുണ്ടാകുന്നു. ഇവിടെ നോക്കുക, ഒരു വ്യക്തി സുഖത്തോടു കൂടിയിട്ടാണ് മൃഗങ്ങളെ കൊല്ലുന്നത്. സുഖത്തോടു കൂടിയാണ് അവൻ വ്യഭിചാരം ചെയ്യുന്നത്. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, മൃഗബലി കൊടുക്കാൻ പോകുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അവർ വിചാരിക്കുന്നത് താൻ എന്തോ വലിയ പുണ്യപ്രവൃത്തി ചെയ്യുന്നതാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ മൃഗങ്ങളെ കൊന്ന് പൈസ ഉണ്ടാക്കുന്നവർ, അവരും ആ കൊല്ലുന്ന സമയത്ത് ചിലപ്പോൾ സന്തോഷിക്കും, കാരണം അതുമൂലം പൈസ ലഭിക്കുമല്ലോ എന്ന് ഓർത്ത്. പക്ഷേ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ദുഃഖമായിരിക്കും, പിന്നീട് നരക ജീവിതമായിരിക്കും എന്ന് അവരറിയുന്നില്ല. ഭിക്ഷുക്കളെ, ഏതൊരു അഭ്യാസമാണ് അത് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ദുഃഖകരമായിട്ട് തോന്നുന്നത്, എന്നാൽ അതുമൂലം ഭാവിയിൽ സുഖമുണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികമായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്. പക്ഷേ ആ വ്യക്തി ജീവിക്കുന്ന പ്രാണികളെ ഒരിക്കലും കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, നുണ പറയുന്നില്ല, ഏഷ്ണി പറയുന്നില്ല, കടുത്ത വചനങ്ങൾ പറയുന്നില്ല, അല്ലെങ്കിൽ മിഥ്യാഭാഷണം നടത്തുന്നില്ല. അവർ തൃപ്തരാണ്. അതുകൂടാതെ ഹൃദയത്തിൽ ദയയുള്ളവരാണ്, ശരിയായിട്ടുള്ള ദൃഷ്ടിയുള്ളവരാണ്, സമ്മാദിഷ്ടി. ഇതെല്ലാം മൂലം അവർക്ക് ഈ സമയത്ത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ദുഃഖമാണ് ഉണ്ടാകുന്നത്. എന്നാൽ അവർ മരിച്ച ശേഷം, മരണശേഷം അവർ നല്ല സ്ഥലത്തായിരിക്കും ജനിക്കുക, സ്വർഗത്തിലായിരിക്കും ജനിക്കുക. ഈ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു വ്യക്തിയുണ്ട് എന്ന് വിചാരിക്കുക. അവന് ദുഃഖമുണ്ട്, ശാരീരികവും മാനസികമായിട്ടുള്ള ദുഃഖമുണ്ട്. കാരണം അവൻ്റെ കയ്യിൽ പൈസയില്ല, അവൻ്റെ കയ്യിൽ രൂപയില്ല, ജോലിയില്ല. ആ ദുഃഖത്തിൽ അവൻ ജീവിക്കുകയാണ്. പക്ഷേ എന്നാലും ആ വ്യക്തി ഒരു പ്രാണികളെയും കൊന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. എല്ലാ ജീവികളോടും ദയയുണ്ട്. അവന് കഷ്ടപ്പാടുണ്ട്, ശരീരത്തിന് കഷ്ടപ്പാടുണ്ട്, മനസ്സിന് കഷ്ടപ്പാടുണ്ട്, പൈസയില്ല. എന്നാലും ആ വ്യക്തി തെറ്റായിട്ടുള്ള രീതിയിലൂടെ അവൻ ഒരിക്കലും പൈസ സമ്പാദിക്കുന്നില്ല. കോഴികളെ അറുത്തിട്ടും മാടുകളെ അറുത്തിട്ടും ആടുകളെ അറുത്തിട്ടും അവൻ പൈസ ഉണ്ടാക്കുന്നില്ല. അവന് തീർച്ചയായിട്ടും ഈ സമയത്ത് ദുഃഖമുണ്ട്. കാരണം അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അവന് ജീവിക്കാൻ വേറെ വഴിയില്ല. ശാരീരികവും മാനസികമായിട്ടുള്ള ഒരുപാട് ദുഃഖങ്ങൾ അവനുണ്ട്. അവൻ്റെ ജീവിതം മുഴുവൻ ദാരിദ്ര്യത്തിലാണ്, ഒരുപാട് ദുഃഖത്തിലാണ്. എന്നാലും ആ വ്യക്തി ഒരിക്കലും ഒരു പ്രാണികളെ കൊന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നില്ല. അതിനാൽ അവൻ ജീവിക്കുന്ന സമയത്ത് അവൻ ദുഃഖത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവൻ പ്രാണികളെ കൊല്ലുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല, തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷേ അവന് ദുഃഖമുണ്ട്. പക്ഷേ മരണശേഷം അവൻ സ്വർഗത്തിലായിരിക്കും പോകുക എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം അവൻ ധർമ്മമാർഗത്തിൽ കൂടിയാണ് ജീവിക്കുന്നത്. പ്രകൃതിയുടെ നിയമത്തെ ആ വ്യക്തിക്ക് നല്ല പോലെ അറിയാം. അതേപോലെ തന്നെ എത്ര തന്നെ ശാരീരിക മാനസികമായിട്ടുള്ള ദുഃഖമുണ്ടെങ്കിലും ആ വ്യക്തി ഒരിക്കലും മദ്യപിക്കില്ല, മോഷ്ടിക്കില്ല, വ്യഭിചാരം ചെയ്യില്ല. അതുമൂലമാണ് അവന് പിന്നീട് സുഖമുണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, ഇങ്ങനെയാണ് ഒരു വ്യക്തി അഭ്യസിക്കുന്ന സമയത്ത് ഈ സമയത്ത് ദുഃഖമുണ്ടാകുന്നത്, എന്നാൽ ഭാവിയിൽ അതിൻ്റെ ഫലമായിട്ട് സുഖമുണ്ടാകുന്നത്. ഭിക്ഷുക്കളെ, ഏതൊരു അഭ്യാസം ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സുഖമുണ്ടാകുന്നത്, അത് മൂലം ഭാവിയിലും സുഖമുണ്ടാകുന്നത്? ഭിക്ഷുക്കളെ, ഒരു വ്യക്തിയുണ്ട്, അവന് ശരീരത്തിലും മനസ്സിലും അവൻ സുഖമാണ് അനുഭവിക്കുന്നത്. എന്നാലും ആ വ്യക്തി പ്രാണികളെ കൊല്ലുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, തെറ്റായിട്ടുള്ള വാക്കുകൾ പറയുന്നില്ല, നുണ പറയുന്നില്ല, ഏഷ്ണി പറയുന്നില്ല, കടുവചനം പറയുന്നില്ല, മിഥ്യാഭാഷണം ചെയ്യുന്നില്ല. അവർ തൃപ്തരാണ്, ഹൃദയത്തിൽ ദയയുള്ളവരാണ്, ശരിയായിട്ടുള്ള ദൃഷ്ടിയുള്ളവരാണ്, സമ്മാ ദർശനം. അതുമൂലം അവർക്ക് സുഖവും സന്തോഷവും ഉണ്ടാകുന്നു. അതിനുശേഷം മരണശേഷം അവർ നല്ല സ്ഥലത്ത് സ്വർഗലോകത്ത് പോയി ജനിക്കുന്നു. കഴിഞ്ഞ സൂത്രത്തിൽ ഇപ്പോൾ തന്നെ സുഖവും സന്തോഷമുള്ള വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ ധ്യാനം അഭ്യസിക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം. ഇവിടെ മറ്റൊരു തരത്തിൽ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭിക്ഷുക്കളെ, ഇപ്രകാരമാണ് ഒരു അഭ്യാസം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് സുഖമുണ്ടാകുന്നത്, അതുകൂടാതെ അതിൻ്റെ ഫലമായിട്ട് ഭാവിയിലും സുഖമുണ്ടാകുന്നത്. ഭിക്ഷുക്കളെ,
ഈ രീതിയിലാണ് 4 ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ അഭ്യസിക്കുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നത്. ഇനി ഈ 4 കാര്യങ്ങളെ മറ്റൊരു ഉദാഹരണത്തിലൂടെ ഭഗവാൻ വ്യക്തമാക്കി തരാൻ ശ്രമിക്കുകയാണ്. ഭിക്ഷുക്കളെ, ഉദാഹരണമായിട്ട് പാവയ്ക്ക ഉണ്ട് എന്ന് കരുതുക. ബിറ്റർ ഗോഡ്, അല്ലെങ്കിൽ ചില സ്ഥലത്ത് അതിനെ കൈപ്പയ്ക്ക എന്ന് പറയും, ചില സ്ഥലത്ത് പാവയ്ക്ക എന്ന് പറയും. കയ്പുള്ള ഒരു പച്ചക്കറി. ഭിക്ഷുക്കളെ, ഉദാഹരണമായിട്ട് ഒരു പാവയ്ക്ക ഉണ്ട് എന്ന് കരുതുക. അതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഒരു വ്യക്തി വരികയാണ്. ആ വ്യക്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി സുഖമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ദുഃഖത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ അവനോട് പറയും, മനുഷ്യ, ഇത് ഒരു പാവയ്ക്കയാണ്, അതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ കുടിക്കാം. നിങ്ങൾ ഇത് കുടിക്കുന്ന സമയത്ത് ഇതിൻ്റെ വർണ്ണം, ഗന്ധം, അതേപോലെ തന്നെ രസം, ഇത് മൂന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൂടാതെ ഇതുമൂലം നിങ്ങൾക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകും. അപ്പോൾ ആ വ്യക്തി അതിനെ ഉപേക്ഷിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ആലോചിക്കാതെ ആ വ്യക്തി അതിനെ കുടിക്കുകയാണ് എന്ന് കരുതുക. അതിൻ്റെ നിറവും മണവും രുചിയും ആ വ്യക്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുമൂലം ആ വ്യക്തിക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിട്ടുള്ള കർമ്മം. അത് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾക്ക് വേദനയുണ്ടാകും, ഭാവിയിലും അതുമൂലം വേദനയുണ്ടാകും. അതായത് പ്രാണികളെ കൊല്ലുന്ന ആ കാര്യങ്ങളെല്ലാം ഇതിൽപ്പെടും. ഇതാണ് ഞാൻ പറയുന്നത്. ഭിക്ഷുക്കളെ, ഒരു വെങ്കലക്കപ്പിൽ നല്ല ഒരു പാനീയം ഉണ്ട് എന്ന് കരുതുക, അല്ലെങ്കിൽ മദ്യമുണ്ട് എന്ന് കരുതുക. അതിന് നല്ല വർണ്ണമുണ്ട്, നല്ല മണമുണ്ട്, നല്ല രുചിയുണ്ട്. എന്നാൽ അതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഒരു വ്യക്തി വന്നു. ആ വ്യക്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, മരിക്കാൻ ആ വ്യക്തിക്ക് ഇഷ്ടമല്ല. സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, ദുഃഖത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവർ അവനോട് പറയും, മനുഷ്യ, ഈ വെങ്കലക്കപ്പിലുള്ള പാനീയത്തിൽ അല്ലെങ്കിൽ മദ്യത്തിൽ അതിന് നല്ല നിറമുണ്ട്, മണമുണ്ട്, രുചിയുണ്ട്. എന്നാൽ അതിൽ വിഷം കലർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ കുടിക്കുക. നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിറവും മണവും രുചിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ ഇതുമൂലം നിങ്ങൾക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകും. അപ്പോൾ ആ വ്യക്തി അതിനെ ഉപേക്ഷിക്കുന്നില്ല. ആലോചിക്കാതെ ആ വ്യക്തി അതിനെ കുടിക്കുന്നു. ആ കുടിക്കുന്ന സമയത്ത് ആ പാനീയത്തിൻ്റെ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ വർണ്ണവും മണവും രുചിയും ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നു. എന്നാൽ അതുമൂലം ആ വ്യക്തിക്ക് മരണമോ മരണതുല്യമായിട്ടുള്ള വേദനയോ ഉണ്ടാകുന്നു. ഭിക്ഷുക്കളെ, ഏതൊരു അഭ്യാസം അത് ചെയ്യുന്ന സമയത്ത് സുഖമായിട്ട് തോന്നുന്നുവോ, എന്നാൽ പിന്നീട് ദുഃഖമായിട്ട് തോന്നുന്നുവോ? ഇപ്പോൾ പറഞ്ഞ ഉപമ ഇതിനെ പറ്റിയിട്ടാണ്. ഇതാണ് ഞാൻ പറയുന്നത്. ഭിക്ഷുക്കളെ, കുറച്ച് പഴയ മൂത്രം ഉണ്ട് എന്ന് കരുതുക. അതിൽ പലതരം ഔഷധങ്ങൾ കലർത്തിയിട്ടുണ്ട്. ഇതിന് ഒരല്പം വിശദീകരണം നമ്മുടെ ആയുർവേദത്തിൽ അഷ്ടമൂത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് 8 തരം മൃഗങ്ങളുടെ മൂത്രങ്ങൾ. അതിനെ ആയുർവേദത്തിൽ ഭഗവാന് മുൻപ് തന്നെ ആയുർവേദം ഉണ്ടായതാണ്. അതിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് അഷ്ടമൂത്രങ്ങളും അതിൻ്റെ ഗുണങ്ങളും. അപ്പോൾ ഭഗവാൻ ഉള്ള സമയത്ത് 2500 വർഷങ്ങൾക്ക് മുൻപും ഇതേ ചികിത്സയുണ്ടായിരുന്നു. അതായത് ഈ മൂത്രങ്ങളെ പഴകാൻ വയ്ക്കും. പഴകിയതിന് ശേഷം അതിൽ ഒരുപാട് ഔഷധങ്ങൾ ചേർത്തതിന് ശേഷം അതിനെ മഞ്ഞപ്പിത്തമുള്ള ആളുകൾക്ക്, അതേപോലത്തെ ചർമ്മരോഗമുള്ള ആൾക്കാർക്ക്, അങ്ങനെ പലർക്കും ആ ഔഷധം കൊടുക്കുമായിരുന്നു. അതിനെയാണ് ഇവിടെ പഴയ മൂത്രം എന്ന് പറഞ്ഞത്. പൂതി മൂത്രം എന്നാണ് പാലി ഭാഷ. പൂതി മുത്തം. അപ്പോൾ പണ്ട് തന്നെ ഈ മൂത്ര ചികിത്സ നിലവിലുണ്ടായിരുന്നു. അതുകൂടാതെ ഇന്നും നിലനിൽക്കുന്ന മറ്റൊരു ചികിത്സയാണ് ഓട്ടോ യൂറിൻ തെറാപ്പി, അല്ലെങ്കിൽ സ്വമൂത്ര ചികിത്സ. ഇന്നും പല വ്യക്തികളും രഹസ്യമായിട്ടും പരസ്യമായിട്ടും സ്വന്തം മൂത്രം പാനം ചെയ്തുകൊണ്ട് ആരോഗ്യത്തോടുകൂടി ഇവിടെ ജീവിക്കുന്നുണ്ട്. അതുകൂടാതെ മാറാത്ത രോഗങ്ങൾ പോലും ഈ മൂത്ര ചികിത്സ കൊണ്ട് മാറുന്നതായിട്ടാണ് അവർ പറയുന്നത്. അതെന്തായാലും ഈ പഴകിയ മൂത്രത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭിക്ഷുക്കളെ, കുറച്ച് പഴകിയ മൂത്രമുണ്ട്. അതിൽ പലതരം മരുന്നുകൾ കലർത്തിയിട്ടുണ്ട്. അതെല്ലാം ആയുർവേദ ഔഷധങ്ങളാണ്. അപ്പോൾ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വ്യക്തി അവിടെ വന്നു. അപ്പോൾ അവർ ആ വ്യക്തിയോട് പറയും, മനുഷ്യ, ഇത് പഴകിയ മൂത്രമാണ്. ഇതിൽ പലതരം ഔഷധങ്ങൾ കലർത്തിയിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ കുടിക്കുന്ന സമയത്ത് ഇതിൻ്റെ മണമോ നിറമോ രുചിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. എന്നാൽ ഇത് കുടിച്ചതിന് ശേഷം നിങ്ങൾ സന്തോഷവാനായിരിക്കും. ആ വ്യക്തി അതിനെ ഉപേക്ഷിക്കുന്നില്ല. ആലോചിച്ചതിന് ശേഷം ആ വ്യക്തി അതിനെ കുടിക്കുന്നു. കുടിക്കുന്ന സമയത്ത് അതിൻ്റെ നിറമോ മണമോ രുചിയോ ആ വ്യക്തിക്ക് ഇഷ്ടമാകുന്നില്ല. എന്നാൽ അത് കുടിച്ചതിന് ശേഷം ആ വ്യക്തി സന്തോഷവാനായിട്ട് ഇരിക്കുന്നു. കാരണം ആ വ്യക്തിയുടെ രോഗം മാറുന്നു, അതിനാൽ സന്തോഷവാനാകും. ഭിക്ഷുക്കളെ, ഏതൊരു ധർമ്മത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾക്കത് ദുഃഖകരമായിട്ട് ഇപ്പോൾ തോന്നുന്നുവോ, എന്നാൽ ഭാവിയിൽ അത് സുഖമുള്ളതായിട്ട് മാറുന്നുവോ, അതിൻ്റെ ഉപമയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഭിക്ഷുക്കളെ, കുറച്ച് തൈരുണ്ട്, നെയ്യുണ്ട്, തേനുണ്ട്, അതേപോലെ തന്നെ മൊളാസസ് ഉണ്ട് എന്ന് കരുതുക. അവയെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ രക്താതിസാരം ബാധിച്ച ഒരു വ്യക്തി ആ വഴിക്ക് വരികയാണ്. രക്താതിസാരം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മലവിസർജനത്തിന് പോകുന്ന സമയത്ത് രക്തത്തോടു കൂടി ലൂസ് മോഷൻ ഉണ്ടാകുകയാണ്, അതിസരിക്കുകയാണ്, വയറിളകി പോവുകയാണ്, രക്തം കലർന്ന വയറിളക്കം. അങ്ങനെ രക്താതിസാരം പിടിച്ച ഒരു വ്യക്തി ആ വഴിയെ വരികയാണ്. അപ്പോൾ അവർ അവനോട് പറയും, മനുഷ്യ, ഇത് തൈരും തേനും നെയ്യും മൊളാസസും എല്ലാം കൂടി കലർത്തിയതാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ കുടിക്കുക. നിങ്ങൾ കുടിക്കുന്ന സമയത്ത് ഇതിൻ്റെ വർണ്ണവും മണവും രുചിയും നിങ്ങൾ ഇഷ്ടപ്പെടും. ഇത് കുടിച്ചതിന് ശേഷം നിങ്ങൾ സന്തോഷവാനാകും. ആ വ്യക്തി അതിനെ നിരസിക്കുന്നില്ല. ആലോചിച്ചതിന് ശേഷം അവർ അതിനെ കുടിക്കുന്നു. അതിൻ്റെ വർണ്ണവും മണവും രുചിയും അവർക്ക് ഇഷ്ടപ്പെടുന്നു. അത് കുടിച്ചതിന് ശേഷം അവർ സന്തോഷവാന്മാരാകുന്നു. ഭിക്ഷുക്കളെ, ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അവന് സന്തോഷമുണ്ടാകുന്നു. അതുമൂലം ഭാവിയിലും സന്തോഷമുണ്ടാകുന്നു. അതിൻ്റെ ഉപമയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഭിക്ഷുക്കളെ, മഴക്കാലം കഴിഞ്ഞു, ആകാശം ക്ലിയറായി, അതിൽ യാതൊരുവിധ മേഘങ്ങളുമില്ല. അപ്പോൾ ആ സമയത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അത് ഇരുട്ടെല്ലാം അകറ്റും. ആ സൂര്യൻ പ്രകാശിക്കും, ചൂട് നൽകും, വെളിച്ചം നൽകും. അതുപോലെ ഭിക്ഷുക്കളെ, ഈ തരത്തിലുള്ള അഭ്യാസം അത് ഇപ്പോൾ തന്നെ സുഖം നൽകുന്നതാണ്. അതുകൂടാതെ ഭാവിയിലും സുഖം നൽകുന്നതാണ്. ഈ ധർമ്മം മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ ധർമ്മത്തെ അകറ്റി നിർത്തുന്നു. ഈ ധർമ്മം പ്രകാശിക്കുന്നു, ചൂട് നൽകുന്നു, ഇരുട്ട് അകറ്റുന്നു. കഴിഞ്ഞ സൂത്രത്തിൽ ഈ അഭ്യാസത്തെ, അതായത് ഇപ്പോഴും സുഖം പിന്നീടും സുഖം തരുന്ന അഭ്യാസം എന്ന് പറയുന്നത് ധ്യാനങ്ങളെക്കുറിച്ചിട്ടായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് പ്രാണികളെ കൊല്ലുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, മോഷ്ടിക്കുന്നില്ല, അവൻ സുഖിമാൻ തന്നെയാണ്, എന്നാലും അവൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇക്കാലത്ത് ഒരുപാട് പേർ തെറ്റായിട്ടുള്ള ദർശനം മൂലം ശരിയേത് തെറ്റേത് എന്നറിയാതെ, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ പോലും ധർമ്മമില്ലാത്തതിനാൽ അറിവില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേർ നമ്മൾക്ക് ഇടയിലുണ്ട്. അവർ സ്വയം ദുഃഖമുണ്ടാക്കുന്നു, മറ്റുള്ളവർക്കും ദുഃഖമുണ്ടാക്കുന്നു. ഇപ്പോഴും അവർ ദുഃഖിക്കുന്നു, പിന്നീടും അവർ ദുഃഖിക്കുന്നു. അതിനാൽ അവർക്ക് തീർച്ചയായിട്ടും ഈ സുത്തം നിങ്ങൾ ഷെയർ ചെയ്യുക. ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും ഭഗവാന്റെ ധർമ്മം എല്ലാവർക്കും ഒരേപോലെയുള്ള ധർമ്മമാണ്. അതിൽ മതമില്ല, ധർമ്മം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സൂത്രങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ചെറിയ നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിരിക്കും. കാരണം ഏതെല്ലാം സൂത്രത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ആ നോട്ട്സ് നോക്കി നിങ്ങൾക്ക് ഓർമ്മിക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും ഈ സൂത്രങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുമാണ് ഭഗവാൻ പറഞ്ഞത്. ആ ഭിക്ഷുക്കൾ ഭഗവാന്റെ വചനത്തെ അനുമോദിച്ചു, അതിൽ തൃപ്തരായി. മഹാധമ്മ സമാധാന സൂത്രം നിഷ്ഠിതം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണം അഭ്യസിക്കാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന
നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.